Sociology. An introduction to sociology. The word sociology was derived from the Latin word socius, which means association. Sociology എന്ന വാക്ക് ഉണ്ടായത് socius എന്ന ലാറ്റിൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം അസോസിയേഷൻ അഥവാ സംഘടന എന്നാണ്. ഒപ്പം തന്നെ മറ്റൊരു ഗ്രീക്ക് വാക്ക് കൂടിയുണ്ട്. ആൻഡ് ദ ഗ്രീക്ക് വേർഡ് ലോഗസ്. ലോഗസ് എന്ന ഗ്രീക്ക് വാക്ക് അതിൻ്റെ അർത്ഥം വിച്ച് മീൻസ് തിയറി ഓർ സയൻസ് എന്നാണ്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ ചേർന്നാണ് സോഷ്യോളജി എന്ന വാക്ക് ഉണ്ടായത്. ഒരിക്കൽ കൂടി ഓർമ്മിക്കുക, സോഷ്യസ് എന്ന ലാറ്റിൻ വാക്ക്, ലോഗസ് എന്ന ഗ്രീക്ക് വാക്ക്. സോഷ്യസ് എന്ന് പറഞ്ഞാൽ മാനവ സംഘടന, ലോഗസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം. സോ മാനവ സംഘടനകളെ കുറിച്ച്, മനുഷ്യരുടെ കൂട്ടങ്ങളെ കുറിച്ച്, അവരെന്തുകൊണ്ട് മനുഷ്യർ കൂട്ടം കൂടുന്നു, സംഘടന രൂപീകരിക്കുന്നു എന്നവയെ കുറിച്ച് പഠിക്കുന്ന ഒരു സയൻസ് അല്ലെങ്കിൽ തിയറി, ശാസ്ത്രം, അതാണ് സോഷ്യോളജി എന്ന് വരുന്നത്. സോഷ്യോളജിയുടെ അർത്ഥം ഏതാണ്ട് അതാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി മറ്റൊരു വാക്ക് നമുക്ക് നോക്കാം. എന്താണ് സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട്? സോഷ്യോളജി മീൻസ് ദ തിയറി ഓർ സയൻസ് ഓഫ് എ ഹ്യൂമൻ അസോസിയേഷൻ. മാനവ സംഘടനകളെ കുറിച്ചുള്ള ശാസ്ത്രം ആണ് സോഷ്യോളജി എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായത്. ഇനി സോഷ്യോളജിയുടെ പുതിയ കാലഘട്ടത്തിലെ വസ്തുതകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഫൗണ്ടിങ് ഫാദർ ആയ അഗസ്കോംതിനെ കുറിച്ച്. അഗസ്കോംത് ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു. അഗസ്കോംത് വാസ് ദ ഫസ്റ്റ് സ്കോളർ ഹു യൂസ്ഡ് ദ വേർഡ് സോഷ്യോളജി ഇൻ ഓർഡർ ടു റെഫർ ടു ദ സയൻസ് ഓഫ് ഹ്യൂമൻ അസോസിയേഷൻ. മാനവ സംഘടന എന്ന അർത്ഥത്തിൽ, മനുഷ്യ സമൂഹത്തിലെ മനുഷ്യരുടെ ഉണ്ടാക്കുന്ന ക്രമീകരണങ്ങൾ എന്ന അർത്ഥത്തിൽ, അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ശാസ്ത്രം എന്ന അർത്ഥത്തിൽ സോഷ്യോളജി എന്ന പദപ്രയോഗം എന്ന വേർഡ്, ആ ടെർമിനോളജി, അത് ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ഇദ്ദേഹമാണ്, അഗസ്കോംതാണ്. അദ്ദേഹം 1798 ഫ്രാൻസിൽ ജനിച്ച വ്യക്തിയാണ്. 1798 നോക്കുക, 1798 എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. 1789 ഒന്ന് തിരിച്ചിട്ടാൽ 98 ആവും. ഈ കാലഘട്ടത്തിലാണ് അഗസ്കോംതിന്റെ ജനനം. ഫ്രാൻസ് വിപ്ലവത്തിന് ശേഷമുള്ള ഫ്രാൻസ് കലുഷിതമായിരുന്നു. ആ സമൂഹത്തിൽ വലിയ പ്രതിസന്ധികൾ, അരാജകത്വം ഒക്കെ നടമാടുകയായിരുന്നു. സാമൂഹ്യ ക്രമങ്ങൾ ഇല്ലാതായിരിക്കുന്നു. ഭരിക്കാനും കൃത്യമായ നിയമങ്ങൾ നടപ്പിലാക്കാനും ആരും ഇല്ലാത്ത അവസ്ഥ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അനാർക്കി എന്ന് പറയുന്ന കണ്ടീഷൻ, അരാജകത്വം എന്ന് പറയുന്ന അവസ്ഥ ഫ്രാൻസിൽ നടമാടിയിരുന്നു. ജനങ്ങൾക്ക് കൃത്യമായ നിയമങ്ങൾ, ശരിയായ നിയമങ്ങൾ നൽകാൻ ആരുമില്ലാത്ത, നാഥനില്ല കളരി ഫ്രാൻസിൽ അന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ, സയൻസ് പഠിച്ച വിദ്യാർത്ഥി എന്ന നിലയിൽ, പോളിടെക്നിക്കിലൊക്കെ സയൻസ് പഠിച്ച ഒക്കെ വ്യക്തിയാണ് അദ്ദേഹം. ചിന്തിച്ചു, ചെറുപ്പക്കാരൻ അദ്ദേഹം സെയിന്റ് സൈമണിന്റെ പ്രഭാഷണങ്ങളൊക്കെ ഒരുപാട് കേൾക്കാൻ പോയിട്ടുണ്ട്. സെയിന്റ് സൈമണ് സമൂഹത്തിലെ ഈ പ്രതിസന്ധികളെ എങ്ങനെ ഇല്ലാതാക്കാം, എങ്ങനെ മറികടക്കാം എന്നൊക്കെ വിഷയങ്ങളെ കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾക്ക് ആകൃഷ്ടനായി കുറെ നാള് ഈ അഗസ്കോംത് സമൂഹത്തിലെ ഒരു ക്രമം ഉണ്ടാക്കണം, അതിന് സയൻസിന് എല്ലാത്തിനും ക്രമം ഉണ്ടാക്കാനും ശരിയായ നിയമങ്ങൾ പറയാനും അറിവുണ്ട്. പക്ഷെ എല്ലാത്തിനും, സസ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ സയൻസ് ഉണ്ട്, ബോട്ടണി, ജന്തുക്കളെ കുറിച്ച് പഠിക്കാൻ സയൻസ് ഉണ്ട്, സുവോളജി, അങ്ങനെ ഓരോന്നിനെ കുറിച്ചും പഠിക്കാൻ സയൻസ് ഉണ്ട്. സയൻസ് എന്ന് പറഞ്ഞാൽ കൃത്യതയോടെ ഉള്ള അറിവാണ്, തെറ്റില്ലാത്ത അറിവാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ വസ്തുതകളെ ആധികാരികമായി ശരിയെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ശാസ്ത്രം ഒരു കാര്യം പറയുകയുള്ളൂ. അന്ധവിശ്വാസങ്ങളുടെ പിറകെ ശാസ്ത്രം ഒരിക്കലും പോവുകയില്ല. തെറ്റായ ആശയങ്ങൾ ആര് പറഞ്ഞാലും അത് അംഗീകരിക്കില്ല. അത് ശരിയാണോ എന്ന്, യുക്തിക്ക് നിരക്കുന്നതാണോ എന്ന് പരീക്ഷിച്ചിട്ട് മാത്രമേ ശാസ്ത്രം അതിനെ അംഗീകരിക്കുള്ളൂ. അപ്പൊ ശാസ്ത്രമാണ് എങ്കിൽ സമൂഹത്തിന് വേണ്ടി ശാസ്ത്രമില്ല. സമൂഹത്തിന് വേണ്ടി ഒരു ശാസ്ത്രം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും സമൂഹത്തിന് നല്ല നിയമങ്ങൾ, ശരിയായ നിയമങ്ങൾ പറയാനായിട്ട് ആ ശാസ്ത്രത്തിന് കഴിയും. എന്തുകൊണ്ട് അങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടാക്കിക്കൂടാ? അങ്ങനെ അഗസ്കോംത് ചിന്തിച്ചു. അഗസ്കോംത് സ്റ്റാർട്ടഡ് തിങ്കിങ് ലൈക്ക് ദിസ്: I wish to establish a science for the society. അതാണ് ഈ ചിത്രം കാണിക്കുന്നത്. Now things are not happening in the proper direction. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ശരിയായ ദിശയിലല്ല, അഗസ്കോംത് ചിന്തിച്ചു. അങ്ങനെ അഗസ്കോംത് വിഷ് ചെയ്തത് എന്താണ്? ഒരു സൊസൈറ്റിക്ക് വേണ്ടി ഒരു സയൻസ്, മാനവ സമൂഹത്തിന് വേണ്ടി ഒരു ശാസ്ത്രം ഉണ്ടാക്കണം. He wished to establish a science for the society that would help to reveal social laws. സമൂഹത്തിലെ സാമൂഹ്യ നിയമങ്ങൾ വെളിപ്പെടുത്താൻ പോകുന്ന കഴിവുള്ള ഒരു ശാസ്ത്രം. which he believed controlled development and change. സമൂഹത്തിലെ നിയന്ത്രിതമായ വികാസവും മാറ്റവും അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചിന്ത പോകുന്നത്: I wish to establish a science for the society
ദാറ്റ് സയൻസ് ക്യാൻ റിവീൽ സോഷ്യൽ ലോസ്. അങ്ങനെ സമൂഹത്തിന് വേണ്ടിയിട്ട് ലോസ് റിവീൽ ചെയ്യാൻ ആ ശാസ്ത്രത്തിന് കഴിയും. ദാറ്റ് സയൻസ് കുഡ് ഹെൽപ്പ് ദ സൊസൈറ്റി ഫോർ എ കൺട്രോൾഡ് ഡെവലപ്മെന്റ്. അങ്ങനെ നിയന്ത്രിതമായ വികസനം സമൂഹത്തിന് വേണ്ടി സാധ്യമാകും. ഹെർബർട്ട് സ്പെൻസർ ഡെവലപ്ഡ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി ആൻഡ് അഡോപ്റ്റഡ് ദ വേർഡ് സോഷ്യോളജി. അങ്ങനെ സയൻസിന് വേണ്ടി ഈ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിന്റെ പിറവിക്ക് തുടക്കം കുറിച്ചത് അഗസ്റ്റ് കോംത് ആണെങ്കിലും അദ്ദേഹത്തിന് ശേഷം ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഹെർബർട്ട് സ്പെൻസർ ആ അഗസ്റ്റ് കോംത് ഉപയോഗിച്ച അതേ വാക്ക് തന്നെ 1838 അഗസ്റ്റ് കോംത് സോഷ്യോളജി എന്ന വാക്ക് അതേപടി ഉപയോഗിക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹം സോഷ്യൽ ഫിസിക്സ് എന്ന വാക്കാണ് ആ വിഷയത്തിന് പേരിട്ടത്. അദ്ദേഹം തുടക്കം കുറിച്ച ഒരു ശാസ്ത്രത്തിന് രൂപം കൊടുത്തപ്പോൾ, സമൂഹത്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തിന് രൂപം കൊടുത്തപ്പോൾ അഗസ്റ്റ് കോംത് ആദ്യമായിട്ട് ഉപയോഗിച്ച വാക്ക് സോഷ്യൽ ഫിസിക്സ് എന്നായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് തോന്നി കുറച്ചും കൂടി നല്ല വാക്ക് സോഷ്യോളജി എന്നായിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം 1838 സോഷ്യോളജി എന്ന വാക്ക് ആണ് ഫൈനലായിട്ട് സ്വീകരിക്കുന്നത്. ഈ വാക്ക് പിന്നീട് ഉപയോഗിക്കുന്ന മറ്റൊരു വ്യക്തി, ഒരാൾ മാത്രം പറഞ്ഞതുകൊണ്ട് അത് ആ പേര് വീഴില്ലല്ലോ ആ ശാസ്ത്രത്തിന്. ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഹെർബർട്ട് സ്പെൻസർ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം സോഷ്യോളജി എന്ന വാക്ക് അദ്ദേഹവും ഉപയോഗിച്ചു തൻ്റെ സമൂഹത്തിനെ കുറിച്ചുള്ള പഠനത്തിന്. സോഷ്യോളജി എന്താണ് എന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ആൾക്കാര് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കലാണ് സോഷ്യോളജി. സോഷ്യോളജി ഈസ് എ വേ ഓഫ് സ്റ്റഡിയിങ് പീപ്പിൾ. സോഷ്യോളജിസ്റ്റ് വാണ്ട് ടു നോ വൈ പീപ്പിൾ ബിഹേവ് ദ വേ ദ ഡു. ആൾക്കാർ പെരുമാറുന്ന ആ രീതികളിൽ എന്തുകൊണ്ട് മനുഷ്യർ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ കുറിച്ച് പഠനം നടത്തണം. വൈ ദേ ഫോം ഗ്രൂപ്പ്സ്. എന്തുകൊണ്ട് മനുഷ്യർ ഉറുമ്പുകളെയും തേനീച്ചകളെയും ഒക്കെ പോലെ തന്നെ കൂട്ടം കൂട്ടമായി ജീവിക്കുന്നു, കൂട്ടം കൂട്ടമായി ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വൈ ഡു ദേ ഗോ ടു വാർ. എന്നാൽ അവർക്കിടയിൽ സംഘർഷങ്ങളുണ്ട്, അവർ യുദ്ധത്തിന് ഏർപ്പെടുന്നുണ്ട്. വൈ ദേ വർഷിപ്പ്. അവർ ഈശ്വരനെ ആരാധിക്കുന്നുണ്ട്, അവർ കല്യാണം കഴിക്കുന്നുണ്ട്, മാരി, വോട്ട്, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വോട്ട് ചെയ്യുന്നുണ്ട്. ഓൾ സച്ച് തിങ്സ് ദാറ്റ് ഹാപ്പൻ when people interact with one another. അങ്ങനെ ഇവയൊക്കെ സംഭവിക്കുന്നത് ആൾക്കാർ പരസ്പരം ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ്. സോ സോഷ്യോളജി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് സോഷ്യൽ റിലേഷൻസ്. സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് സോഷ്യോളജി. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാമൂഹ്യ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് സോഷ്യോളജി. ആൻഡ് സൊസൈറ്റി, സമൂഹത്തെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് സോഷ്യോളജി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഹെർബർട്ട് സ്പെൻസർ ഇംഗ്ലീഷുകാരനാണ്. അഗസ്റ്റ് കോംത് ചർച്ച ചെയ്തത് എന്താണ്? സോഷ്യോളജി എന്ന ശാസ്ത്രത്തെ ഡിഫൈൻ ചെയ്യുകയും അതിന്റെ പ്രകൃതവും സ്വഭാവവും അതിന്റെ അതിർവരമ്പ് വേർതിരിച്ച് കാണിക്കുകയും ഡീലിനിയേറ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. വേറൊരു സോഷ്യോളജിസ്റ്റ് ആണ് ഹോബൌസ്. അദ്ദേഹം പറഞ്ഞത്, സോഷ്യോളജിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ നടന്നത് മനുഷ്യ മനസ്സുകളുടെ പരസ്പരമുള്ള ഇന്ററാക്ഷനെ കുറിച്ചുള്ള പഠനമാണ് ഹോബൌസ് നടത്തിയത്. പാർക്കൻബർഗസ് എന്ന് പറയുന്നത് വേറൊരു സോഷ്യോളജിസ്റ്റ് ആണ്. അവർ വിശ്വസിച്ചിരുന്നതായത് സോഷ്യോളജി ഈസ് ദ സയൻസ് ഓഫ് കളക്റ്റീവ് ബിഹേവിയർ. കൂട്ടായ മനുഷ്യ സമൂഹത്തില് പല ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ കൂട്ടായ പെരുമാറ്റങ്ങളെ കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി എന്നാണ്. എം.എൽ. ദർഖീം എന്ന് പറയുന്ന മറ്റൊരു സോഷ്യോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് സോഷ്യോളജി ഈസ് എ സ്റ്റഡി ഓഫ് സോഷ്യൽ ഫിനോമിന. സാമൂഹ്യ പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് സോഷ്യോളജി എന്നാണ്. ജർമ്മൻകാരനായിട്ടുള്ള മാക്സ് വെബർ പറഞ്ഞത് സോഷ്യോളജി എന്ന് പറയുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് എല്ലാം തന്നെയും ഓരോരോ പ്രവർത്തനങ്ങളാണ്, സമൂഹത്തിലുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ അഥവാ പ്രവർത്തനങ്ങൾ, ഹ്യൂമൻ ആക്ഷൻസ്. ഇതൊക്കെ ലക്ഷ്യമിടുന്നത് ദീസ് ആക്ഷൻസ് എയിം അറ്റ് ആൻഡ് വിച്ച് ഫുൾഫിൽസ് സം കൈൻഡ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. അത് ലക്ഷ്യം വയ്ക്കുന്നതും ചിലതരം ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനാണ്. സമൂഹത്തിലെ വ്യക്തികൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ്? ചില പ്രത്യേകതരം ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. മാക്സ് വെബർ ജർമ്മൻകാരനാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ജർമ്മൻകാരനായിട്ടുള്ള സോഷ്യോളജിസ്റ്റ് പറയുന്നു, ഹ്യൂമൻ ആക്ഷൻസ് ഓൾവേസ് കൺസ്റ്റിറ്റ്യൂട്ട് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് സോഷ്യോളജി. മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് എപ്പോഴും, ഹ്യൂമൻ ആക്ഷൻസ് ആണ് സോഷ്യോളജിയിലെ പഠന വിഷയം എന്നാണ് മാക്സ് വെബർ പറഞ്ഞത്. തുടക്കം മുതൽ, റൈറ്റ് ഫ്രം ദ ഒറിജിൻ, തുടക്കം മുതൽ, ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഉത്ഭവമാണ്, തുടക്കമാണ്. റൈറ്റ് ഫ്രം ദ ഒറിജിൻ ഓഫ് സോഷ്യോളജി ടു ദ പ്രസന്റ് ഡേ, ഇന്നത്തെ കാലം വരെയും നോക്കുമ്പോൾ സോഷ്യൽ ആക്ഷൻസ് ഹാവ് ബീൻ കൺസിഡേർഡ് ആസ് ദ ലോ ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ നിയമമാണ് സോഷ്യൽ ആക്ഷൻസ്, അഥവാ സോഷ്യോളജിയുടെ നിയമങ്ങളാണ് രൂപപ്പെടുത്തുന്നത് സോഷ്യൽ ആക്ഷൻസ് ആണ് എന്ന് പറയാൻ സാധിക്കും. സോഷ്യോളജി എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, സോഷ്യോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിന്റെ സാമൂഹിക വശങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് സോഷ്യോളജി എന്ന് പറയാം. സോ സോഷ്യോളജി ഈസ് ദ ബോഡി ഓഫ് നോളജ്, അറിവിന്റെ സമാഹാരമാണ്. കംപ്ലൈഡ് ബൈ ദ സയന്റിഫിക് മെത്തേഡ്, ശാസ്ത്രീയമായ രീതികൾ അത് അവലംബിക്കുന്നുണ്ട്. അബൌട്ട് ഹ്യൂമൻ ഇന്ററാക്ഷൻ.
മനുഷ്യർ പരസ്പരം സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നുണ്ട്. ആ ഹ്യൂമൻ ഇന്ററാക്ഷനെ കുറിച്ചാണ്. മനുഷ്യന്റെ പരസ്പരമുള്ള ഇന്ററാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപെടലുകൾ. അതാണ് സോഷ്യോളജിയുടെ പഠനങ്ങൾ. സോഷ്യോളജിസ്റ്റ് ആർ കൺസേൺഡ് വിത്ത് മാൻ ഇൻ സൊസൈറ്റി, ഇത് ദ ഹ്യൂമൻ ഗ്രൂപ്പ്. സമൂഹത്തിലെ മനുഷ്യൻ അവന്റെ ഗ്രൂപ്പിനകത്തായിരിക്കുമ്പോൾ എങ്ങനെ പെരുമാറുന്നു, ഇതാണ് സോഷ്യോളജിസ്റ്റിന്റെ പ്രധാന ശ്രദ്ധ. അതിലാണ് സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് സോഷ്യൽ ബിഹേവിയർ. മനുഷ്യ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നു. ഒപ്പം തന്നെ മനുഷ്യൻ സമൂഹത്തിലായിരിക്കുമ്പോൾ പെരുമാറ്റം മാറുന്നുണ്ട്. ആ സമൂഹത്തിലെ അവന്റെ പെരുമാറ്റം എന്താണെന്നതിനെ കുറിച്ച് പഠിക്കുന്നു. ഒപ്പം തന്നെ ആസ് വെൽ ആസ് എ സ്റ്റഡി ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ് ആൻഡ് ഇറ്റ്സ് ഫോംസ്. സോഷ്യൽ റിലേഷൻഷിപ്സിനെയും അതിന്റെ ഫോംസിനെയും കുറിച്ച് പഠിക്കുന്നു. സോഷ്യോളജിയെ ഒരു ശാസ്ത്രീയമായ ഒരു പഠനശാഖ, ഒരു സയന്റിഫിക് ഡിസിപ്ലിൻ ആയിട്ട് നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അത് നാച്ചുറൽ സയൻസിൽ നിന്നും ഡിഫറൻ്റ് ആണ് സോഷ്യോളജി കുറച്ചൊക്കെ. പ്രകൃതി ശാസ്ത്രത്തെ പോലെ, അതായത് ബോട്ടണി, സുവോളജി എന്നൊക്കെയുള്ള കെമിസ്ട്രി, ഇതൊക്കെ നാച്ചുറൽ സയൻസ് ആണ്. ഈ നാച്ചുറൽ സയൻസിൽ നിന്നും ഡിഫറൻ്റ് ആണ്. കാരണം നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ഫിനോമിനയാണ്, മാറ്റമില്ലാത്ത പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളാണ് നാച്ചുറൽ ഫിനോമിനകൾ. അവയെ ബേസ് ചെയ്തുകൊണ്ടൊരു ശാസ്ത്രം ഉണ്ടാക്കുമ്പോൾ വളരെ കൃത്യതയുള്ള ശാസ്ത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ സോഷ്യോളജി മനുഷ്യനാണ്. മനുഷ്യന്റെ സ്വഭാവം മാറ്റപ്പെടും. കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യ സ്വഭാവം മാറും. അവന്റെ സംസ്കാരത്തിനും അവന്റെ ജീവിത രീതിക്കും ഒക്കെ വിദ്യാഭ്യാസത്തിനൊക്കെ അനുസരിച്ച് അവന്റെ പെരുമാറ്റം മാറും. സ്വാഭാവികമായിട്ടും മാറ്റപ്പെടാവുന്ന മാനുഷിക പ്രകൃതിക്ക് അനുസരിച്ച് ഉണ്ടാക്കുന്ന രൂപപ്പെടുത്തിയ ഒരു ശാസ്ത്രമാണ് സോഷ്യോളജി. അതൊരിക്കലും നാച്ചുറൽ സയൻസ് പോലെ കൃത്യതയുള്ളതാവില്ല എന്നാണ് വേറൊരു നിരീക്ഷണം. മറ്റൊരു നിരീക്ഷണം എന്ന് പറയുന്നത് സോഷ്യോളജി ഡൈനാമിക്കാണ്, ഫ്ലെക്സിബിളാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന സോഷ്യോളജി ഇനി നാളെ ഒരു കാലത്ത് 100 വർഷങ്ങൾക്കപ്പുറം അതേപടി പറയണമെന്നോ പഠിപ്പിക്കണമെന്നോ ഇല്ല. കാരണം സോഷ്യോളജി എന്ന ശാസ്ത്രം പിറവി കൊണ്ടിട്ട് തന്നെ വെറും 150 കൊല്ലങ്ങൾ കഴിയുന്നേ ഉള്ളൂ എന്ന് ഓർക്കണം. അല്ലാതെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ശാസ്ത്രമേ അല്ല. പുതിയതായി ഉണ്ടായി വന്ന സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ശാഖകളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാത്രം ഉണ്ടായി വന്ന ഒരു സയൻസ് ആണ് സോഷ്യോളജി എന്നത് മറ്റൊരു വസ്തുതയാണ്. സോ ശാസ്ത്രം എന്നത് എന്താണെന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ശാസ്ത്രത്തിന് എല്ലാത്തിനെ കുറിച്ചും കൃത്യതയുള്ള നിരീക്ഷണങ്ങൾ പറയാൻ സാധിക്കും. ഒബ്ജക്റ്റീവായ മെത്തേഡുകളാണ് ശാസ്ത്രം എപ്പോഴും അവലംബിക്കുന്നത്. റീസണിങ്ങും ലോജിക്കും ശാസ്ത്രത്തിന്റെ പ്രത്യേകതകളാണ്. അറിവ് ഒരു പ്രത്യേക പ്രതിഭാസത്തെക്കുറിച്ച്, ഒരു ബോഡി ഓഫ് നോളജിനെ കുറിച്ച് ഒരു ലോജിക്കലായ നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശാസ്ത്രത്തിന് അതിൻ്റെതായ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡുകളും ഒബ്ജക്റ്റീവായിട്ടുള്ള പഠനങ്ങളുമുണ്ട്. ഒരു പക്ഷത്തേക്ക് പക്ഷപാതപരമായി നിന്ന് ചിന്തിക്കുന്നത് ശാസ്ത്രത്തിന്റെ രീതിയല്ല. പക്ഷപാതമില്ലാതെ ന്യൂട്രലായിട്ട് മാത്രം നിൽക്കുന്ന രീതിയെ പറയുന്ന പേരാണ് നിഷ്പക്ഷത അഥവാ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ശാസ്ത്രത്തിന്റെ മുഖമുദ്രയാണ് ഒബ്ജക്റ്റിവിറ്റി. അപ്പോ സയൻസിന്റെ പല ലക്ഷ്യങ്ങളും സോഷ്യോളജിയിലുണ്ട്. ശാസ്ത്രത്തിന്റെ ലക്ഷ്യം എന്താണ്? ടു എക്സ്പ്ലെയിൻ വൈ സംതിങ്സ് ഹാപ്പൻ. എന്തുകൊണ്ട് ഒരു പ്രതിഭാസം, ഇടിമിന്നലാവട്ടെ, മഴയാകട്ടെ, വെയിലാവട്ടെ, അല്ലെങ്കിൽ സുനാമി ആവട്ടെ, പ്രപഞ്ചത്തിലെ ഏത് പ്രതിഭാസവും അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഉത്തരം പറയാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ ശാസ്ത്രം എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത. 2, ജനറലൈസേഷൻ. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് പൊതു തത്വങ്ങൾ രൂപീകരിക്കുന്നു. സാമാന്യമായ ഒരു കുറേ എക്സാമ്പിൾസ് എടുത്ത് പഠിച്ചതിന് ശേഷം അത് വെച്ചിട്ട് ഒരു ജനറലായ ഒരു പൊതു തത്വം, സാമാന്യവൽക്കരണമായിട്ടുള്ള ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോ ഉണ്ടാക്കുക എന്നുള്ളത് സയൻസിന്റെ ഒരു രീതിയാണ്. 3, ഭാവി പ്രവചിക്കാൻ സാധിക്കും. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന്, വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ, ഇത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സയൻസിന് കഴിയും. കാരണം നിലവിൽ നമ്മുടെ പാസ്റ്റ് ഡാറ്റയിലെ നാളിതുവരെ മാനവരാശി ആർജിച്ച അറിവിന്റെ ശേഖരമുണ്ട്. ആ സ്റ്റോക്ക് ഓഫ് നോളജ് ഉണ്ട്. ആ അവൈലബിൾ സ്റ്റോക്ക് ഓഫ് നോളജിന്റെ ലൈറ്റില്, അതിന്റെ വെളിച്ചത്തില് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുന്നു പറയാനായിട്ട്, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട്. ഇതാണ് 3ാമത് സയൻസിന്റെ ഒരു പ്രത്യേകത അഥവാ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ സയൻസിന്റെ പ്രത്യേകതകളൊക്കെ സോഷ്യോളജിയിൽ എങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും നോക്കാം. സോഷ്യോളജി ഒരു പരിധിവരെയൊക്കെ സയൻസ് ആയിട്ട് രൂപപ്പെടുത്താനാണ് അഗസ്കോംത് ആഗ്രഹിച്ചത് നമ്മൾ പറഞ്ഞു. സോഷ്യോളജി ഈസ് എ സയൻസ് ബിക്കോസ് ഇറ്റ് ഫുൾഫിൽസ് ദ ബേസിക് റിക്വയർമെന്റ്സ് ഓഫ് ഒബ്ജക്റ്റിവിറ്റി ആൻഡ് റാഷണൽ നോളജ്. വസ്തുനിഷ്ഠമായ പഠനം ഒരാളുടെ ഇഷ്ടാനുസരിച്ചല്ല സോഷ്യോളജിയിൽ പഠിക്കുന്നത്. സോഷ്യോളജിക്ക് ശരിയും തെറ്റൊന്നൊന്നുമില്ല. അത് സൊസൈറ്റിയെ റാഷണലായിട്ട്, യുക്തിസഹമായിട്ട്, ഒബ്ജക്റ്റീവായിട്ട് മാറിയെന്ന് നോക്കി കാണുന്നതിന്. ഒരു മതപ്രഭാഷകന്റെ കണ്ണിലൂടെയോ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കണ്ണിലൂടെയോ ഒന്നും അല്ല സോഷ്യോളജി പഠിക്കുന്നത്. അത് എല്ലായിടത്തുനിന്നും നിഷ്പക്ഷത പാലിച്ചുകൊണ്ടാണ്, അകലം പാലിച്ചുകൊണ്ടാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ ഒരു സ്വഭാവമാണ് ഒബ്ജക്റ്റിവിറ്റി അഥവാ നിഷ്പക്ഷത, ന്യൂട്രാലിറ്റി എന്നൊക്കെ പറയും. അങ്ങനെ അത് പാലിക്കാൻ സോഷ്യോളജി എന്ന ശാസ്ത്രം പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് സോഷ്യോളജി കുറെയൊക്കെ സയന്റിഫിക് ആണ്. ഇറ്റ് ഈസ് തിയറട്ടിക്കൽ ഓൾസോ, അത് തിയറട്ടിക്കലുമാണ്. ഇറ്റ് ഈസ് എംപിരിക്കൽ ഓൾസോ, അത് അനുഭവാസ്പദമാണ്. ഇറ്റ് ഈസ് ക്യുമുലേറ്റീവ്, നാളുകളുടെ അറിവ് കുമിഞ്ഞുകൂടിയതാണ്. ഇറ്റ് ഈസ് നോൺ എത്തിക്കൽ, അതിന് ധാർമ്മികതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒബ്ജക്റ്റീവ് ആണ്, റാഷണൽ സ്റ്റഡിയാണ് സോഷ്യോളജി നടത്തുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒബ്ജക്റ്റീവ് സ്റ്റഡിയാണ്, റാഷണൽ യുക്തിസഹമായ പഠനമാണ് നടത്തുന്നത്.